ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് നമ്മൾ ഡിമാൻഡ് സപ്ലൈ എന്നുള്ള രീതിയിൽ ഹ്യൂമൻ ബിഹേവിയർ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ന് നമുക്ക് മീനിങ് ഓഫ് യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കാം. ഓക്കെ, മീനിങ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സാറ്റിസ്ഫൈ അവർ വാണ്ട്സ് ബൈ കൺസ്യൂമിങ് കൊമോഡിറ്റീസ് ഓർ സർവീസസ്. നമ്മുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് നമ്മുടെ ആഗ്രഹം, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് അല്ലെ, ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഉദ്ദേശിക്കുന്നത് ഈ യൂട്ടിലിറ്റി അല്ലേ. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുക? ബൈ കൺസ്യൂമിങ് സം കൊമോഡിറ്റീസ് ഓർ സർവീസസ് അല്ലേ. വെൻ വി കൺസ്യൂം എ കൊമോഡിറ്റി വി ഗെറ്റ് സം ബെനിഫിറ്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഇറ്റ്. നമ്മളൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊമോഡിറ്റിയോ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ. നമ്മുടെ എന്താണോ ആവശ്യം അത് നിറവേറ്റപ്പെടുന്നുണ്ട്. ദിസ് മീൻസ് ദാറ്റ് ദ കമോഡിറ്റി പോസസസ് യൂട്ടിലിറ്റി. അതിൻ്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരു കൊമോഡിറ്റി നമ്മൾ വാങ്ങി അത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കൊമോഡിറ്റി എന്ന് പറയുന്നത് കൊമോഡിറ്റിയിൽ യൂട്ടിലിറ്റി ഉണ്ട് എന്ന് പറയാം അല്ലേ. അതിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു യൂട്ടിലിറ്റി ഉണ്ട് എന്ന് പറയാം. ദാറ്റ് ഈസ് വൈ വി ഡിമാൻഡ് ദ കൊമോഡിറ്റീസ് ആൻഡ് സർവീസസ്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഒരു സാധനം കഴിഞ്ഞാൽ വേറൊരു കൊമോഡിറ്റി വേണം, അല്ലെങ്കിൽ ഇത് കൺസ്യൂം ചെയ്താൽ വേറൊരു കൊമോഡിറ്റി വേണം എന്നുള്ളത് തോന്നാനുള്ളൊരു കാരണം. ഇഫ് എ തിങ് ഹാസ് നോ യൂട്ടിലിറ്റി നോ വൺ വുഡ് ഡിമാൻഡ് ഇറ്റ്. ഒരു കൊമോഡിറ്റിക്ക് ഒരു യൂട്ടിലിറ്റിയും ഇല്ലെങ്കിൽ ഒരാളും അതിന് ഡിമാൻഡ് ചെയ്യില്ല. ദസ് യൂട്ടിലിറ്റി ഈസ് ദ ബേസിസ് ഓഫ് ഡിമാൻഡ്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് പഠിക്കുന്നതിനൊപ്പം പഠിക്കേണ്ട ഒരു വേർഡാണ് യൂട്ടിലിറ്റി. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് യൂട്ടിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ആ പെർട്ടിക്കുലർ കൊമോഡിറ്റി ഡിമാൻഡ് ചെയ്യില്ല. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നതാണ് ഒരു ഡിമാൻഡിൻ്റെ ബേസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദ ടേം യൂട്ടിലിറ്റി ഹാസ് ബീൻ കോയിൻഡ് ബൈ W.S. Jevons, UK. It was Jeremy Bentham, classical economist and founder of the London School of Economics, who introduced the concept of utility in economic analysis. അപ്പോൾ എക്കണോമിക് അനാലിസിസിൽ യൂട്ടിലിറ്റിക്കുള്ള സ്ഥാനം നിർവഹിച്ചതും അത് പ്രൊപ്പഗേറ്റ് ചെയ്തതും നമ്മുടെ W.S. Jevons UK എക്കണോമിസ്റ്റാണ്. അത് ഈ യൂട്ടിലിറ്റി തിയറി നമ്മുടെ എക്കണോമിക്സിലും അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, യൂട്ടിലിറ്റി ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് ദ കപ്പാസിറ്റി ഓർ പവർ ഓഫ് എ കൊമോഡിറ്റി ടു സാറ്റിസ്ഫൈ എ വാണ്ട്. അപ്പോൾ യൂട്ടിലിറ്റി നമുക്ക് ജനറലി എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓർ പവർ ഓഫ് എ കൊമോഡിറ്റി ടു സാറ്റിസ്ഫൈ എ വാണ്ട്. ഒരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കൊമോഡിറ്റിയുടെ പവറും അതേപോലെ തന്നെ കപ്പാസിറ്റിയെയും നമുക്ക് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാം. If a commodity does not satisfy a human want, then we say that it has no utility. ഒരു ഹ്യൂമൻ വാണ്ട് ഈ പറഞ്ഞ പെർട്ടിക്കുലർ കൊമോഡിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന് ഇറ്റ് ഈസ് നോ യൂട്ടിലിറ്റി. ഓക്കെ, ഇറ്റ് ഹാസ് നോ യൂട്ടിലിറ്റി. സോ ഈ യൂട്ടിലിറ്റിയോടൊപ്പം ചേർത്ത് വായിക്കുന്ന വേറൊരു കോൺസെപ്റ്റാണ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി? നമുക്ക് ചെക്ക് ചെയ്യാം. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ സം ഓഫ് ദ യൂട്ടിലിറ്റീസ് ഒബ്റ്റെയിൻഡ് ഫ്രം കൺസ്യൂമിങ് ഓൾ ദ യൂണിറ്റ്സ് ഓഫ് എ കൊമോഡിറ്റി. ഒരുപാട് എല്ലാ കൊമോഡിറ്റീസും കൺസ്യൂം ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റീനെ സം ടോട്ടൽ ആയിട്ടുള്ള യൂട്ടിലിറ്റീസിന് നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. Say for example, if an individual consumes only one unit of commodity, the total utility will be utility derived from the consumption of that unit. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂംസ് ഓൺലി വൺ യൂണിറ്റ്, ഒരു യൂണിറ്റാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ആ കൊമോഡിറ്റിയിൽ നിന്ന് കിട്ടിയ യൂട്ടിലിറ്റി തന്നെയാണ് അതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി. If consumes 2, 3 or 4 units of a commodity, total utility will be the total utilities derived from 2, 3 and 4 units. അപ്പോൾ ഒരു കൊമോഡിറ്റി കൺസ്യൂം ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്നത് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റീനെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഇനി 1, 2, 3, 4, 5 അങ്ങനെ നമ്പർ ഓഫ് കൊമോഡിറ്റീസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സം ടോട്ടലായിരിക്കും. ഓക്കെ, ഇനി മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കാം. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ യൂട്ടിലിറ്റി തിയറി.
അപ്പോൾ യൂട്ടിലിറ്റി തിയറിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഈ മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ യൂട്ടിലിറ്റി ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുകയാണെന്ന് വെച്ചാൽ എന്താണ്? ഒരു അഡീഷണൽ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന അഡീഷണൽ യൂണിറ്റിനെ പറയുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന്. Okay, marginal utility. Then it refers to the utility derived from the last unit of commodity consumed. For example, if from consuming 5 units of commodity, an individual gets 200 units of total utility, and from consuming 6 units, he gets 230 units, then the marginal utility from the 6th unit is only 30. അപ്പോൾ നോക്കൂ, 5 പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തപ്പോൾ ഇയാൾക്ക് കിട്ടിയ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 200 ആണെന്ന് വിചാരിക്കാം. 200 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു 5 യൂണിറ്റ്സിന് 200 യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട് എങ്കിൽ ഇയാൾ 6ാമത്തെ യൂണിറ്റ് എക്സ്ട്രാ ഒരു യൂണിറ്റ് കൂടി കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി 230 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി, ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് കിട്ടിയ അഡീഷണൽ യൂണിറ്റിനെ പറയുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ അത് ഇവിടെ പറയുമ്പോൾ, ഈ എക്സാമ്പിൾ പറയുമ്പോൾ എന്തായിരിക്കും? 5 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്തപ്പോൾ 200 യൂണിറ്റ്സ് കിട്ടി, 6 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്തപ്പോൾ 230 കിട്ടി. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിഫറൻസ് 30 ആയിരിക്കും മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ.